زد على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد سيد الأولين والآخرين. اللهم صل على سيدنا محمد سيد الإنس والجن أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ജിന്ന് വിശദീകരിക്കുന്ന ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞത് പള്ളിയിൽ ഉണ്ടാകുന്ന ശൈത്താന്മാരെ കുറിച്ചാണ്. പള്ളിയിൽ എന്താണ് മൊത്തം നമ്മുടെ വുളൂ മുതൽ മൊത്തം അങ്ങോട്ട് നമ്മുടെ നിസ്കാരത്തെ വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന പിശാചുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പിശാച് ഒരുക്കിയിട്ടുള്ള ചില കളികളെ കുറിച്ചും പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് നമ്മളെന്ന് പറയുന്നത്. ദേഷ്യം പിശാചിൽപ്പെട്ട സംഭവമാണ്. ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് പിശാച് ചെയ്യുന്ന പണിയാണ് ദേഷ്യം പിടിപ്പിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ഒരാൾക്ക് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ദേഷ്യം പിടിച്ചാൽ ഔദു പറയാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ കിടക്കാം, വുളൂ ചെയ്യാം. ഇതൊക്കെ ദേഷ്യം പോയിക്കൊണ്ടാനുള്ള മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിൽക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ കിടക്കാം. അത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു മല്ലൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കുസ്തി ചെയ്തിട്ട് വിജയിക്കുന്നവനല്ല മല്ലൻ. ദേഷ്യം പിടിക്കുമ്പോൾ കടിച്ചമർത്തി ആ ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവനാണ് മല്ലൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് പരസ്പരം കുസ്തി പിടിച്ചിട്ട് മറ്റൊരാളെ തോൽപ്പിക്കുന്നവനല്ല മല്ലൻ. മല്ലൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു വെക്കാം, അവനാണ് മല്ലൻ എന്ന് റസൂൽ. ദേഷ്യം വരുമ്പോൾ പിശാചം അതിൽ കയറി വരും. ചിലപ്പോൾ വാക്കുകൾ, അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത വാക്കുകൾ, അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ, കൈകാലം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാം, നിൽക്കുമ്പോൾ ദേഷ്യം വന്നാൽ കിടക്കാം, വുളൂ ചെയ്യാം, ഔദു പറയാം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ദേഷ്യം പിശാചിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമീഅതും സിയാഹത്തീക ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഫഇന്നഹാ റഅത് മലക. കോഴി കൂവുന്നത് കേട്ടാൽ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ആ കോഴി കൂവുന്നത് മലക്കിനെ കണ്ടിട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കിനെ കാണുമ്പോഴാണ് കോഴി കൂവാറുള്ളത്. കോഴിക്കൊരു പ്രത്യേകത പറഞ്ഞാൽ അത് മഗ്‌രിബാകുമ്പോൾ അതിൻ്റെ കൂടിലേക്ക് കയറും. അന്നത്തെ ഭക്ഷണം അത് ഭക്ഷിച്ചിട്ടില്ലെങ്കിലും കല്ല് തിന്നിട്ട് കയറും. കല്ലിനെ ദഹിപ്പിക്കാനുള്ള ശേഷി കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഭക്ഷണം അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ കല്ല് തിന്നിട്ട് ആ രാത്രിക്കുള്ള ഫുഡാക്കിയിട്ട് അതുണ്ടാവും, കൂടിനുള്ളിലേക്ക് കയറും. കല്ലിനെ ദഹിപ്പിക്കാനുള്ള ശേഷി കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. സുബീൻ്റെ സമയത്ത് മറ്റോ കോഴി എന്താകും? കൂവും.
ആട് നിയമത്താണ്, കോഴി നിയമത്താണ്. കോഴി പോകുന്നത് കണ്ടാൽ അത് സുബിയുടെ സമയത്ത് മലക്ക് വരും, ഒരു ട്രിപ്പ് മലക്ക് വരും. സുബി മുതൽ മഗ്‌രിബ് വരെയാണ് ഒരു ട്രിപ്പ് മഗ്‌രിബ് മുതൽ സുബി വരെ. അങ്ങനെ ഓരോ ദിവസം 2 ട്രിപ്പ് മലക്കുകൾ ഇറങ്ങി വരും. അപ്പോൾ ഈ വരുന്ന ആ മലക്കിനെ കണ്ടിട്ടാണ് കോഴി പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സമയത്ത് എന്താക്കണം? അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. ആ സമയത്ത് കാരണം മലക്കുകളുണ്ടാവും, ആ സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞു വൈദാ സമീഅതും ലഹീഖൽ ഹിമാരി, കഴുത ഇറച്ചിടുന്നത് അല്ലെങ്കിൽ കഴുതയുടെ കരയുന്നതൊക്കെ കേട്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. കാരണം ഫഇന്നഹു റഅ ശൈത്വാന, കഴുത കരയുന്നത് ശൈത്താനെ കണ്ടിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുതയും പിന്നെ നമ്മൾ പറഞ്ഞു എന്ത്, നായ ഓരിയിടുന്നതും പിശാചിനെ ശൈത്താനെ കണ്ടിട്ടാണ് നായ ഓരിയിടുക. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹദീസ്, ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിപ്പെട്ടത് കാര്യം ശൈത്താൻ ഉണ്ടാവും, കുത്തിയിട്ട് പോയി. രണ്ടാൾക്കല്ലാതെ ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടില്ല. ഒന്ന് മറിയം ബീവിയും മറ്റൊന്ന് മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവ രണ്ടല്ലാത്ത ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും പിശാചിന്റെ കുത്ത് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആലി ഇമ്രാനിലെ 56-ാമത്തെ ആയത്ത് ഇന്നി ഊഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, കുഞ്ഞ് കയ്യിൽ കിട്ടിയപ്പോൾ എന്താക്കാം പറയാം. എന്നാൽ പിന്നീട് എന്താവുകയില്ല, പിശാചിന്റെ ശർറിൽ കുഞ്ഞിനെ ബാധിക്കുകയില്ല. അപ്പോൾ ഇന്നി ഊഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അതിനുമുമ്പ് ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് പറയുന്നത്, ദിക്ർ പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ചെല്ലിയിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ജനിക്കുന്നത് പിശാചിന്റെ കുഞ്ഞായിരിക്കും. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ഈ ദിക്ർ ചെല്ലിയിട്ട് ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പിശാച് എന്താകും, അവന്റെ പുണ്യസ്ഥാനത്തിൽ കയറി ഇവനോടൊപ്പം ഭാര്യയോട് ആരും കൂടി പിശാച് കൂടി ബന്ധപ്പെടും. അതുപോലെ പൊട്ടിത്തെറിച്ച മുഴുവായി പോയി. പൊട്ടിത്തെറിക്കാൻ കാരണം തന്നെ ദിക്ർ ചൊല്ലിയിട്ടുണ്ടാകും. ദിക്ർ ചെല്ലാതെ വന്ന ശൈത്താന്റെ കുഞ്ഞായിരിക്കും, ശൈത്താന്റെ സ്വഭാവം ഉണ്ടാകും. അത് പിന്നീട് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്നിട്ട് മുമ്പ് ചെയ്യേണ്ട പണി ശരിയായിട്ടെടുത്തില്ലെങ്കിൽ പിന്നീട് ഫലം എന്തായിരിക്കും, അതുപോലെ ആയിരിക്കും. മാത്രം പറഞ്ഞു പിശാച് ഉണ്ടാകുന്നു ലൈംഗിക ഹിംസാനത്തിൽ കയറിയിട്ട് എൻ്റെ ഭാര്യയെ പിശാച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ എന്ന് പറയണം. പിന്നെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇന്നി ഊഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആലി ഇംറാൻ 36-ാമത്തെ ആയത്ത്. അഹദീസ് പറഞ്ഞു മാ മിൻ ആദമിൻ മൗലൂദുൻ ഇല്ലാ യമസ്സുഹു ശൈത്വാനു ഹീന യുലദു. ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ല, ആ മനുഷ്യക്കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് പിശാച് അവനെ പോയിട്ട് എന്താകും, ആ കുഞ്ഞിനെ പോയിട്ട് സ്പർശിക്കും. ഫയസ്തഹില്ലു സാലിഹ, ആ സമയം കുഞ്ഞ് പച്ചത്തിൽ കരയുകയും ചെയ്യും. മിൻ മസ്സി ശൈത്വാൻ, പിശാചിന്റെ സ്പർശനം കാരണം കുഞ്ഞ് കരയും. ഒരു ഹദീസിൽ പ്രസവിച്ച ഉടനെ 2 ഭാഗത്ത് പോയിട്ട് പിശാച് എന്താക്കണം, അവൻ്റെ വിരൽ കൊണ്ട് കുത്തിയിട്ട് വരും. പിശാച് പോയി കുഞ്ഞിൻ്റെ 2 ഭാഗത്ത് കുത്തിയിട്ട് വരും എന്ന് ഒരു ഹദീസ്. അതായത് മറിയം ബീവി റളിയല്ലാഹു അൻഹയും മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ ഇന്നി ഊഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന് അവരെന്തായിരുന്നു. മറിയം ബീവിക്ക് ഉമ്മ ഹന്നത്ത് ബീവി പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് ഉമ്മ മറിയം ബീവി പറഞ്ഞു. ഇവരുണ്ടല്ലാത്ത ബാക്കി എല്ലാവർക്കും പിശാചിന്റെ കുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം.
കാരണം ഫഇന്ന ശൈത്വാന യബീതു അലാ ഖൈശു, അവൻ്റെ തരിമൂക്കിൽ രാത്രി പിശാച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റുന്ന, മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റണം ഉറങ്ങി എണീറ്റ് ഉദവ് ചെയ്യുമ്പോൾ. കാരണം പിശാച് അവിടെ കിടക്കും ഉറങ്ങും, അവൻ്റെ തിരുമൂക്കിൽ കിടന്നുറങ്ങും. വേറെ ദിവസം പറഞ്ഞു പിശാച് ഉണ്ടാവും സുബീൻ്റെ സമയത്ത് ഉറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെവിയിൽ മൂത്രമൊഴിച്ച് പിശാച് പോകും. 3 കെട്ട് കെട്ടും, നമ്മുടെ കഴുത്തിൽ 3 കെട്ട് കെട്ടും. 1ാമത്തെ കെട്ട് കൊണ്ടണമെങ്കിൽ സുബീക്ക് നമ്മൾ ഉണരുമ്പോൾ പറയുന്നത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹിൽ ബഅ്സു വൻ നുശൂർ. ആ ദിക്ർ പറഞ്ഞാൽ ആദ്യത്തെ കെട്ട് കൊട്ടും. സുബഹിക്ക് വുളൂ ചെയ്യുമ്പോൾ 2ാമത്തെ കെട്ടും കൊട്ടും. സുബഹി നിസ്കരിക്കലോടുകൂടി 3ാമത്തെ കെട്ടും കൊട്ടും. ഈ 3 കെട്ട് പൊട്ടിയാൽ അവൻ്റെ ആ ദിവസം നല്ല ഉന്മേഷത്തിൻ്റെ ദിവസമായിരിക്കും. 3 കെട്ടും പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് എന്തായാലും ക്ഷീണം പോലെ താഴെ, കാരണം അവൻ്റെ ഖുർആനിൽ പിശാചിൻ്റെ കെട്ട് ഉണ്ട്. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറക്കിൽ നിന്ന് എണീറ്റാൽ മൂക്കിൽ 3 തവണ വെള്ളം കയറ്റി ചിറ്റണം. കാരണം അവൻ്റെ ഖൈശു, അവൻ്റെ തെരുമൂക്കിൽ പിശാച് രാപാർത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് നിങ്ങളുടെ അടുക്കിലേക്ക് വരും, എന്നിട്ട് പറയും ഇതാര് സൃഷ്ടിച്ചത്, ഇതാര് ഇങ്ങനെ സംശയം ഉണ്ടാക്കിയിട്ട് ആകാശത്താരെ സൃഷ്ടിച്ച്, ഭൂമിയെ സൃഷ്ടിച്ച്, ഇങ്ങനെ ഒരു സംശയം. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമിനെ കുറെ പുറത്ത് പോകുന്നില്ല. ഇസ്ലാമിൽ നിന്ന് മുർത്തതായി പോകുന്നവർക്ക് എന്താണ് പൈശാചികമാണ്. ഇതാണ് സൃഷ്ടിച്ചതിന്റെ നമ്മുടെ മനസ്സിൽ ഓരോ തോന്നിച്ചിട്ട് തന്ന് ലാസ്റ്റ് അള്ളാഹുവിനെ പഠിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ തഫക്കറു ഫീ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു കാണിച്ചെന്ന ഈ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ദൃഷ്ടാന്തങ്ങൾ, അതിൽ നിങ്ങൾ ചിന്തിക്കണം. വലാ തഫക്കറു ഫീ ദാതിഹി, അള്ളാഹ് എന്നതിന് എന്താക്കുന്നത് നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് എങ്ങനെ ഇരിക്കുന്നു, അള്ളാഹിൻ്റെ കൈ, അള്ളാഹിൻ്റെ കണ്ണ്, അതൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ ചിന്തിക്കാൻ പോകരുത്. പിന്നെ അള്ളാഹു കാണിച്ചെന്ന അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതിലെന്താക്കി നിങ്ങൾ ചിന്തിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിശാചിന്റെ കളിയാണ്. നിങ്ങളുടെ റബ്ബിനാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിലേക്ക് എത്തുക. ഫഇദാ ബലഗു ഫൽയസ്തഇദ് ബില്ലാഹി വൽയൻതഹി, നിങ്ങൾ അവിടത്തേക്ക് എത്തിയാൽ പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് എന്താക്കുക, കാവൽ ചോദിക്കുക, തുപ്പുക, 3 തവണ തുപ്പുക. ഈ തുപ്പല് പറഞ്ഞാൽ കാക്കിടിച്ച് തുപ്പുന്നതല്ല, മന്ത്രിച്ചിട്ടുള്ള തുപ്പലില്ല. ഉമിനീരിൻ്റെ ഒരൽപ്പം അങ്ങോട്ട് എത്തുക. പിശാചിനൊക്കെ ഭയങ്കര പേരുള്ള സംഭവമാണ്. റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. നഫ്ഫാസ കെട്ടുകളിൽ ഊതുക, അത് തുപ്പുക. ഉമിനീരിൻ്റെ കുറച്ചിട്ടാണ്, ഉമിനീരിൻ്റെ ഒരു തുള്ളി എടുത്താൽ അങ്ങനെ ചെയ്യുമ്പോൾ പിശാചിന്റെ ഭയങ്കര പേടിയാണ്. സിഗറിലും ഇത് ഉപയോഗിക്കും, സിഗറിലും ഊതും. മന്ത്രിച്ചിരുന്നതിന് എവിടെയുണ്ട്, മാരണം ചെയ്യുന്ന പണിയിലും പിശാചിന്റെ പണിയിലും മന്ത്രിച്ചിരുന്നതിനുണ്ട് തുപ്പിൽ. അതാണ് കെട്ടുകളിൽ ഊതുന്നതായ പെണ്ണുങ്ങൾ, അതിൻ്റെ ശ്രദ്ധയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഈ ഊതുക തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ പിശാച് തുപ്പലോടുകൂടെ അതിൻ്റെ ആ തുപ്പലിൻ്റെ സ്പർശനം വരലോടുകൂടി പിശാച് ഓടി രക്ഷപ്പെടും. ഔതോടുകൂടി തുപ്പുക, ഔതോടുകൂടി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഉറക്കിൽ നിന്ന് ദുസ്വപ്നം കണ്ട് എണീറ്റാൽ നമ്മൾ എങ്ങോട്ടാണോ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നത് കിടത്തം മാറ്റുക, ഔത് പറയാൻ 3 പ്രാവശ്യം എടുത്തോട് തുപ്പുക. ഈ തുപ്പല് പിശാചിലേക്ക് ഓടിപ്പോവാൻ, അല്ലെങ്കിൽ പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എത്തിച്ചേർന്നാൽ, എൻ്റെ റബ്ബിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം, ഒരു സംശയം നിങ്ങൾ വന്നാൽ 3 പ്രാവശ്യം തുപ്പുക, ഔത് പറയുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയുധം കൊണ്ട് കളിക്കാൻ പാടില്ല. കത്തിയത്തിന് ചൂണ്ട കളിക്കരുത്, കാരണം ഏത് സമയത്ത് പിശാചിന്റെ കയ്യിൽ നിന്ന് പൂരിപ്പിക്കും. പിശാച് എന്താക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൂരിപ്പിച്ചിട്ട് മറ്റൊരുത്തരുടെ ബുദ്ധിപ്പിക്കും. അതുകൊണ്ട് ആയുധം കൊണ്ട് കളിക്കാൻ പാടില്ല. ആയുധം നിങ്ങളുടെ സഹോദരന്റെ നേർക്ക്
ചൂണ്ടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുശിറു അഹദുകും അലാ അഖീഹി ബിസ്സിലാഹ് ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻസിബു ഫി യദിഹി ഫയഖഉ ഫി ഹഫ്റത്തിൻ മിനൻ നാർ. അങ്ങനെ ഇവൻ എന്താകും, നരകത്തിലെത്തുകയും ചെയ്യും. കുത്തിയാൽ നരകത്തിലെത്തിപ്പെടുകയും ചെയ്യും. പക്ഷെ അതിലൊക്കെ ഇയാൾ നരകത്തിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ ആയുധം കൊണ്ട് കളിക്കുമ്പോൾ ഒന്ന് കുത്തിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ആയുധം കൊണ്ട് കളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശാപവാക്ക് പറയാൻ പാടില്ല. ശാപവാക്ക് പിശാചിൽ നിന്നാണ് ശാപവാക്ക്. തങ്ങളുടെ അടുക്കിലേക്ക് കള്ള് കുടിച്ചതായ ഒരാളെ കൊണ്ടുവരപ്പെടും. അങ്ങനെ നബി തങ്ങൾ എന്താക്കി, അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കള്ളു കുടിച്ച അടിയുണ്ട്, ഹദ്, ആ ഹദ് അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കുറച്ചാൾക്കാർ കൈകൊണ്ട് അടിച്ചു. കുറച്ചാൾക്കാർ ചെറുപ്പുണ്ടാക്കാൻ ഇയാളെ അടിച്ചു. കുറച്ചാൾക്കാർ വസ്ത്രം ഉണ്ടാക്കി ഓലിക്ക് വസ്ത്രം കൊണ്ട് അടിച്ചു. അങ്ങനെ ഹദ് കഴിഞ്ഞ് ഇയാൾ തിരിച്ചു പോയപ്പോൾ സ്വാഭാവികപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്ത് മനുഷ്യൻ അല്ലാഹുവിനെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഔല ശൈത്താനി അലാ അഖീകും, നിങ്ങളുടെ സഹോദരങ്ങളെ പിശാചിനെ നിങ്ങൾ എന്താക്കരുത്, സഹായിക്കരുത്, ശാപവാക്ക് പറയരുത്. ശാപം പിശാചിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശാപവാക്ക് പറയാൻ പാടില്ല, കുട്ടികളെ പറയാൻ പാടില്ല. അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, മാതാപിതാക്കളുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകൾ. ശാപവാക്ക് പറയുമ്പോഴാണ് ഈ മലക്കുകൾ ആമീൻ പറഞ്ഞതെങ്കിൽ അള്ളാഹു സ്വീകരിക്കും, നമ്മുടെ മക്കളിൽ ഫലിക്കുകയും ചെയ്യും. മാതാപിതാക്കളുടെ ദുആവും മക്കൾക്കെതിരെയുള്ള ദുആവും സ്വീകരിക്കും, മറ്റേ മക്കൾക്ക് അനുകൂലമായിട്ടുള്ള ദുആവും സ്വീകരിക്കും. അപ്പോൾ ശാപവാക്ക് പറയുമ്പോൾ ആ മലക്കുകൾ ആമീൻ പറഞ്ഞാൽ പിന്നെ എന്താകും, പിന്നെ അവരുടെ മക്കളിൽ ഫലിക്കുകയും ചെയ്യും. എന്നിട്ട് ശാപവാക്ക് പറയാൻ പാടില്ല. പിന്നെ പറഞ്ഞു, അങ്ങാടിയിലേക്ക് രാവിലെ പ്രവേശിക്കരുത്. ഫസ്റ്റ് ടൗണിലേക്ക് പോകാൻ പാടില്ല. കാരണം അവിടെ ഫസ്റ്റ് ആരുണ്ടാവും, ശൈത്താനുണ്ടാവും, ശൈത്താൻ്റെ കൊടിയുണ്ടാവും, ശൈത്താനുണ്ടാവും. വീട്ടിൽ കൊണ്ട് പിന്നെ പോകും. ലാസ്റ്റ് ടൗണിൽ നിന്ന് വരാനും പാടില്ല. ലാസ്റ്റ് ടൗണിൽ നിന്ന് വരാനും പാടില്ല. ഫസ്റ്റ് ടൗണിലേക്ക് അങ്ങാടിയിലേക്ക് പ്രവേശിക്കാനും പാടില്ല. നബിസ്വല്ലാഹു പറഞ്ഞ ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള ദിക്ർ അങ്ങാടിയിൽ ചെന്നാൽ പറയേണ്ട ദിക്റാണ്. 10 ലക്ഷം ഒരു പ്രാവശ്യം പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ 10 ലക്ഷം കൂലിയും 10 ലക്ഷം തെറ്റ് അല്ലാഹു കൊടുത്തു തരികയും ചെയ്യും. ഖിയാമത്ത് നാളിൽ 10 ലക്ഷം ദറജ സ്ഥാനം ഏറ്റവും ഉണ്ടാവും. പക്ഷെ ഇത് ചെല്ലാൻ വേണ്ടി ശൈത്താൻ ഉറപ്പിക്കുകയും ചെയ്യും. ഈ ദിക്ർ ചെല്ലാൻ വേണ്ടി ശൈത്താൻ ഉറപ്പിക്കും. അങ്ങാടി ദിക്ർ നോക്കാൻ ദിക്റല്ല, അങ്ങാടിയിൽ ചെല്ലും. ഒരാൾ അങ്ങാടിയിലേക്ക് ചെന്നു. അങ്ങനെ വീണ്ടും പോകുമ്പോൾ കാസർഗോഡ് പോകാണെങ്കിൽ 5-10 ടൗണിൽ പോകണം. പോകേണ്ട പറഞ്ഞാൽ തിരിച്ചു എത്ര കൂലിയായി? 10 ലക്ഷം, 10 ഒരു കോടിൻ്റെ അടുത്തായില്ല. അങ്ങാടിയിൽ ചെന്നാൽ ഒരാൾ അങ്ങാടിയിൽ ചെന്നു. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ട. ഇബിൻ മസ്ഊദ് അല്ലെങ്കിൽ ഇബിൻ അബ്ബാസ് ആരോ സാധനം വാങ്ങാനല്ല, എന്നാലും എന്താകും, അങ്ങാടിയിലേക്ക് പോകും, പിന്നെ തിരിച്ചു വരും വീട്ടിലേക്ക്, പിന്നെയും പോകും, പിന്നെ തിരിച്ചു. ദിക്ർ ചെല്ലാൻ വേണ്ടി മാത്രം അങ്ങാടിയിലേക്ക് പോകും, തിരിച്ചു വരും, പിന്നെയും പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെയും പോകും, പിന്നെ തിരിച്ചു വരും. 10 ലക്ഷമാണ് കൂലി. ഒരാൾ അങ്ങാടിയിൽ പ്രവേശിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീറ്റ്. നമുക്കറിയുന്ന ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീറ്റ്. പിന്നെ അവിടെ കുറച്ച് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ. അത്രയാണ് എക്സ്റ്റേണൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു. പിന്നെ വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു. പിന്നെ വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ. അതാണ് എക്സ്ട്രാ വരുന്നത്.
വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരാൾ അങ്ങാടിയിൽ ചെന്നാൽ പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫി ഹസന, അവനിക്ക് അല്ലാഹു 10 ലക്ഷം കൂലി എഴുതുകയും വമഹാ അൻഹു അൽഫി സയ്യ, 10 ലക്ഷം തെറ്റുകൾ അല്ലാഹു മായ്ച്ചു കളയുകയും വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വീട് അല്ലാഹു പണിയുകയും ചെയ്യുമെന്ന് ഒരു ഹദീസിൽ 10 ലക്ഷം ദറജ അല്ലാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഗഫ്ലതു മിനശ് ശൈത്താൻ, അശ്രദ്ധരാവുക, എല്ലാ വിഷയത്തിലും അശ്രദ്ധരാവുക, പിശാചിൽ നിന്നാണ് അശ്രദ്ധരാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വനബ്ബിഹ്ന അൻ-നൗമത്തിൽ ഗാഫിലീൻ എന്ന് ദുആ ചെയ്യാൻ പറയുന്നത്. വനബ്ബിഹ്ന അൻ-നൗമത്തിൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ ഉറക്കിൽ നിന്ന് ഞങ്ങൾ എന്താക്കണം, ഉണർത്തി തരണം. അശ്രദ്ധരുടെ ഉറക്കം, അവർ ശരിക്കും ഉറങ്ങുന്നില്ലെങ്കിലും അവർ ഏതെങ്കിലും ഒരു ലോകത്തായിരിക്കും. ശ്രദ്ധയില്ലായ്മ, ഒരു കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ ഏത് വിഷയത്തിലും ഇങ്ങനെ നടക്കാം. ഹാവുലാഹിന്റെ പോലെ ഇങ്ങനെ നടക്കാം. അത് പിശാചിനാണ്, ഗഫ്ലത്ത് പിശാചിനാണ്. മുഅ്മിൻ എപ്പോഴും തഫക്കുറിലായിരിക്കും, ചിന്തയിലായിരിക്കും, എന്തെങ്കിലും ഒരു ചിന്ത. മുഅ്മിൻ എപ്പോഴും ചിന്തയിലായിരിക്കും. അതുകൊണ്ട് ആണ് വിശ്വാസം പറഞ്ഞു തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അ, 1 മണിക്കൂർ അല്ലാഹുവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുക, പഠിക്കുക 1000 റക്അത്ത് നിസ്കാരത്തെക്കാളും ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ആയത്ത് നിമിത്തങ്ങൾ ഇശാ കഴിഞ്ഞിട്ട് പോകും. പിന്നെ സുബി വരെ ഈ ആയത്തിലല്ല, 2 റക്അത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങും. സുബി വരെ 2 റക്അത്ത് ഉണ്ടാവില്ല, പൂർത്തിയാക്കില്ല. ആയത്ത് ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആലി ഇംറാനിലെ ഈ ആയത്ത്. മുഅ്മിൻ എപ്പോഴും ചിന്തിക്കുന്നവരാണ്. അഫലാ യതദബ്ബറൂന അൽ-ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിയിരിക്കുകയാണോ എന്ന് അല്ലാഹു. മുഅ്മിൻ എപ്പോഴും ചിന്തിക്കുന്നവരാണ്. മുഅ്മിൻ ചിന്ത ഒഴിവാക്കുന്നത് പിശാചാണ്. അല്ലെങ്കിൽ എങ്ങനെ എന്തോ ചിന്തയില്ലാതെ ഇങ്ങനെ നടക്കുക, അത് പിശാചിൽ നിന്നാണ് ചിന്തയില്ലാതെ വരുന്നത്. ഗഫ്ലത്ത് പിശാചിൽ നിന്നാണ്. പിശാചിനെ നിങ്ങൾ കൂട്ടുകാരാക്കാനും പാടില്ല. ഒരാൾ ആരെയാണോ സുഹൃത്താക്കുന്നത് അവൻ്റെ കൂടെയായിരിക്കും സ്വർഗത്തിൽ. ഒരാളുടെ ദീന് അറിയണമെങ്കിൽ അവൻ്റെ സുഹൃത്തിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഒരാളുടെ സ്വഭാവം എന്തെന്നറിയണമെങ്കിൽ അയാളുടെ സുഹൃത്തിൻ്റെ സ്വഭാവം അന്വേഷിച്ചാൽ മതി. അൽമർഉ അലാ ദീനി ഖലീലിഹി, തൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കും ഒരാളുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമ യഅഖു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, ഞാൻ നബിതങ്ങൾ കൊണ്ടുവന്ന, പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഖിയാമത്ത് നാളിൽ ആളുകൾ കൈവിരൽ കടിച്ചുകൊണ്ട് പറയും. യാ വൈലതന യാ വൈലതന ലം അത്തഖദ് ഫുലാന ഖലീല, ഞാൻ അവനെ ചങ്ങായിപ്പാടം ആക്കിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ എന്താകട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഇവർ പറയുകയും ചെയ്യും. അവനെ ചങ്ങായി ആക്കിയതുകൊണ്ടാണ് എന്തായാലും നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത്. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വഖാല അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, ഞാൻ അവൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഞാൻ പിഴച്ചു പോയത്. പിശാച് എപ്പോഴും മനുഷ്യനെ ചതിക്കുണ്ടിലേക്ക് മാത്രമേ വലിച്ചെഴുതുകയുള്ളൂ. പിശാച് എപ്പോഴും ചതി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ഇബ്ലീസിന്റെ 4 ചതിക്കുഴികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രൂപം പറഞ്ഞിരുന്നു. ഇബ്ലീസിന്റെ 4 ചതിക്കുഴികൾ. ഒന്ന്, ആദ്യം ഇബ്ലീസ് ഒരാളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കണം. എങ്ങനെയെങ്കിലും ഇയാളെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിപ്പിക്കാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഹഖ് എന്ന് വ്യക്തമല്ലാത്ത ഒരു വിഷയം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഒരാളുടെ പ്രഭാഷണം കേൾക്കാൻ പാടില്ല. സത്യമാണെന്ന് ഉറപ്പ് ഇല്ലാത്ത വിഷയം കേൾക്കാൻ പാടില്ല. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത വിഷയങ്ങൾ കേൾക്കാൻ പാടില്ല. ഈമാനിനെ തെറ്റിക്കുമെന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അയാൾ
പ്രഭാഷണം കേൾക്കാൻ പാടില്ല. ഇമാം ഗസാലി തങ്ങൾ തന്നെ പറയുന്നു, ഇന്ന ശൈത്താന യഖൂദു അലാ ലിസാനിൽ ബിദ്അ, ബിദ്അത്തിന്റെ അലാ ലിസാനി സ്വാഹിബിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളുടെ നാവിന്മേൽ പിശാച് വന്നിരിക്കുമെന്ന് ഇമാം ഗസാലി പറയുന്നു. ബിദ്അത്തുകാരന്റെ നാവിന്റെ മേൽ ആയിരിക്കും പിശാച്. അപ്പോൾ അവരുടെ സംസാരത്തിനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അവരുടെ സംസാരം നമുക്ക് താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ ദീൻ എന്താവുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഹക്ക് ഉറപ്പില്ലാത്ത ഒരാളുടെ പ്രഭാഷണം കേൾക്കരുത്. അവസാന കാലത്തെ അടയാളമായ വിധങ്ങൾ പറഞ്ഞു, യുസ്ബിഹു റജുലുൻ മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുസ്ലിമായാൽ വൈകുന്നേരം ആകുമ്പോൾ കാഫിറാണ്. വൈകുന്നേരം മുസ്ലിമായാൽ രാവിലെ ആകുമ്പോൾ കാഫിറാണ്. കാരണം രാത്രി ഇങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് നോക്കിയതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മൊത്തത്തായി പോയ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ഏതെങ്കിലും ആരിഫിനെ പോലെ അല്ലെങ്കിൽ ജപ്പാനിനെ പോലെയുള്ള ഒരാളുടെ പ്രസംഗം നബിയെ കുറിച്ച് എന്തുകൊണ്ട് കേട്ട് പിന്നെ നോക്കും, പിന്നെ നിന്റെ ചിന്തകളാണ് അത് ഷെയ്ത്താന്. പിന്നെ സുബി നോക്കുമ്പോൾ പിന്നെ അള്ളയില്ല, നിസ്കാരമില്ല, അതില്ല, പിന്നെ ഇസ്ലാമിന് പുറത്തു പോകണം. അപ്പോൾ നമുക്ക് ഈമാൻ ഉറപ്പില്ലാത്തവരാണ് അവസാന കാലത്തുള്ള ആൾക്ക് ഈമാൻ ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഒരാളുടെ പ്രഭാഷണം കേൾക്കാൻ പോകണം. വിധത്തില്ലാത്ത പ്രഭാഷണം കേൾക്കരുത്. ഇസ്ലാമിന് പുറത്തു പോയ ആളുകളുടെ പ്രഭാഷണം കേൾക്കരുത്. പിശാച് എന്താണ്? നമ്മുടെ കൂടെ തന്നെ പിശാചുണ്ട്. രക്തം പോകുന്നിടത്തുള്ള പിശാച് എന്താണ്? മനുഷ്യന്റെ രക്തം എവിടെയൊക്കെ പോകുന്നുണ്ടോ അതിലൂടെയൊക്കെ പിശാചിന് കയറിപ്പോവാനുള്ള കഴിവുണ്ടാകുന്നതിലുണ്ട്. അപ്പോൾ ഇവിടെയും പിശാച് ദുർബോധനം ഇട്ടുകൊണ്ടേയിരിക്കും. രാവിലെ ഉണ്ടാകും. ഒന്നാമത്തെ ഇബ്ലീസിന്റെ ചതി എന്ന് പറഞ്ഞാൽ കുഫ്രിയത്തിലേക്ക് എത്തിക്കുകയാണ്. ഒരാളെ എങ്ങനെയെങ്കിലും കാഫിറാക്കണം. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവനെ വിദേഹത്തിൻ്റെ ആളാണ്. ഇന്ന് കാണുന്ന പുത്തനാശയക്കാർ അറിയും പറയുന്നില്ല, പുത്തനാശയത്തിലേക്ക് എത്തിച്ചേരും. ചില അമ്മമാരൊക്കെ പറയുന്നത്, എൻ്റെ മോന് നാട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് കള്ളും ഒറ്റയൊക്കെ ഉണ്ടായിരുന്നു. സൗദിയിൽ പോയി ദുബൈയിൽ പോയ നന്നായി ഫുള്ള് ദീനും അതൊക്കെയാണ് എന്നൊക്കെ പറയും. താടിയുണ്ട്, നിരാണിക്ക് നല്ല ഇതൊക്കെ ഉണ്ട്. ചില ഇബ്ലീസിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ് വിദേഹത്തുകാരനാക്കി. വിദേഹത്തുകാരനാക്കി പിന്നെ നേരെ കാഫിറാക്കലാണ്. ഇബ്ലീസിൻ്റെ നമുക്ക് കണ്ടുപിടിച്ചങ്ങനെ ചിലപ്പോൾ അള്ളാഹ് പുറത്തോടത്തേക്ക് രക്ഷപ്പെട്ടു. വിദേഹത്തുകാരനെ അള്ളാഹ് പുറത്തു കൊടുക്കാം. ഇന്നല്ലാഹ ലാ യഖ്ബലു സർഫൻ വലാ അദ്ല. വിദ്യാർത്ഥികാരൻ്റെ സുന്നത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല, ഫർളും അള്ളാഹു സ്വീകരിക്കുകയില്ല. വിദ്യാർത്ഥികാരൻ്റെ സുന്നത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല, ഫർളും സ്വീകരിക്കുകയില്ല. സൽമാൻ ഫാരിസി പറയുന്നു, മുനാഫിക്കുകളെ പറഞ്ഞെടുത്ത് ഇക്കാലത്തുള്ള മുനാഫിക്കുകൾ വിദ്യാർത്ഥിൻ്റെ ആളുകളാണ്. കാലത്ത് യഥാർത്ഥ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഇക്കാലത്ത് ആരാണ്? വിദേഹത്തിൻ്റെ ആളുകളാണ്. കാരണം അവർ ഉള്ളിൽ ശത്രുത വെച്ചിട്ട് യഥാർത്ഥ പാരമ്പര്യത്തിൽ വരുന്ന ആളുകളോട് ശത്രുത വെച്ചിട്ടുണ്ടാവും. പുറമെ എന്ത് കാണിക്കും? ദീന് കാണിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് വേഷം കണ്ടിട്ട് ഒരാളുടെ ബൈക്കിൽ പോകാൻ നിൽക്കരുത്. താടിയൊക്കെ പുറം കണ്ടിട്ട് എന്താക്കേണ്ട? ബാക്കില് പോകരുത്. വിശ്വാസം പറഞ്ഞ ഹദീസ്, തൊണ്ടക്കുഴിയുടെ താഴെ അവരുടെ ഈമാൻ ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ നിസ്കാരം തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവിടെ ഖുർആൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഖുർആൻ ഒന്നുമല്ല. പക്ഷെ അവിടെ ഈമാൻ ഉണ്ടാവുകയില്ല, തൊണ്ടക്കുഴിയിൽ താഴോട്ട് ഇറങ്ങുകയില്ല. അവസാന കാലത്ത് അങ്ങനെയുള്ള ആളുകൾ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേഷം കണ്ടിട്ടൊന്നും ഉണ്ടാക്കരുത്. ഒരാളുടെ ബാക്കിൽ പോകരുത്. നമ്മുടെ മുൻകാലത്ത് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചത് തന്നെ അതാണ് ശരിയായ റൂട്ടിൽ, അതിലൂടെ തന്നെ പോവാം. ഇബ്ലീസിന്റെ രണ്ടാമത്തെ ചതിക്കൂടിയാണ് വിദ്യാർത്ഥികാരനാക്കുക. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ ഹറാമ് കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹറാമ് ചെയ്യിപ്പിക്കുന്നതോടുകൂടി ഈ ഹറാമ് ശരിയെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. കുറച്ച് ഭംഗിയൊക്കെ കുറച്ച് മസാലൊക്കെ ഇതൊക്കെ എന്താകും? അതിനെ നല്ല ഭംഗിയിൽ ശൈത്താൻ തോന്നിപ്പിക്കും. ഇത് ഇബ്ലീസിന്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഉദാഹരണം
മ്യൂസിക് കേൾക്കുക, ഹറാമായ രീതിയിലുള്ള മ്യൂസിക്. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ല ആനന്ദം ശൈത്താൻ കൊടുത്തരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യഭിചാരം കാണാം, ഒരു ആനന്ദം ശൈത്താൻ കൊടുത്തരും. ശൈത്താൻ കൊടുത്തരുന്ന് പറഞ്ഞാൽ അല്ലല്ല പുറത്തു തരുമല്ലോ, കുറച്ച് കണ്ടോ, അല്ലെല്ലാം പുറത്തു നിന്നാണല്ലേ, ഇത് കണ്ടിട്ട് എന്താക്കിയാൽ തൗബ ചെയ്ത പോലെ ഇതെന്താക്കും എന്നിട്ട് തരും ശൈത്താൻ. നമ്മൾ ഏതൊരു കാര്യത്തിലാണോ ആനന്ദം കൊണ്ടത് ആ കാര്യത്തിലായിരിക്കും നമ്മൾ മരിക്കുക. ഏതൊരു കാര്യം ചെയ്യാനാണോ നമുക്ക് ദുനിയാവിൽ ഭയങ്കര ആഗ്രഹം, താല്പര്യവും ആനന്ദമുണ്ടത്, ആ കാര്യം ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മരിക്കുക എന്ന് മഹാന്മാരായ മക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് മ്യൂസിക് കേൾക്കാൻ ഭയങ്കര താല്പര്യമുണ്ടെങ്കിൽ അയാൾ അങ്ങനെ വയ്ക്കും. ടാക്കീസ് എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്കാരുണ്ട് മുസ്ലിം, അറിയാമായിരിക്കും. ടാക്കീസിന് മരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കാല് നേരാക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ പഠിക്കും. എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ, എങ്ങനെയാണോ ടാക്കീസ് സീറ്റ് ചെയ്യുന്നത് അതേപോലെ കപടക്കേണ്ടതാണ്. അപ്പോൾ ഹറാമിനെ പിശാച് എന്താക്കും, നമുക്ക് നല്ല ഭംഗിയിൽ തോന്നിപ്പിച്ചു തരും. ഇന്ന് കാണുന്ന എല്ലാം ഓണം ആഘോഷം, ക്രിസ്മസ് ആഘോഷം എല്ലാം അത് അവരുടെ എന്താ നമുക്ക് ചെയ്താൽ മനുഷ്യന്മാരല്ലേ അങ്ങനെ തോന്നിപ്പിച്ചു തരും. മനുഷ്യന്മാരില്ലാതെ ചെയ്തില്ല എന്ന് പറഞ്ഞത്. പലിശയുടെ വിഷയം, പലിശ വൻപാവാണ് പലിശ. സബൂൽ മൂബിഖാത്ത് 7 വൻദോഷങ്ങളിൽ എണ്ണിയപ്പോൾ വിശ്വാസമാർഗങ്ങൾ എണ്ണിയ വൻപാപമാണ്, വൻദോഷമാണ് പലിശ. വൻദോഷം ചെയ്താൽ തൗബയല്ലാതെ വേറെ മാർഗമില്ല. 7 വൻദോഷം ചെയ്താൽ തൗബയല്ലാതെ വേറെ മാർഗമില്ല. ബാക്കിയുള്ള നമ്മളൊക്കെ ചിലപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചെല്ലിയൊക്കെ എന്താ പുറത്ത് സ്വതക്ക ചെയ്തവർക്ക് നമ്മളെ ചെറുദോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന പുറത്തു തരുന്നു. സുനിസ്കരിച്ചാൽ ചെറുദോഷം പുറത്തു തരുന്നു. പക്ഷെ വലിയ ദോഷം ചെയ്താൽ, വൻദോഷം ചെയ്താൽ 7 എണ്ണം, ഈ 7 എണ്ണം ചെയ്താൽ തൗബ ചെയ്യണം. തൗബ ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. അതിൽപ്പെട്ട ഒന്നാണ് പലിശ ഭക്ഷിക്കുക. ലോൺ എടുക്കാത്ത കാര്യമില്ലെന്ന് വെച്ചിട്ട് ഉണ്ടാകുന്ന ലോൺ പലിശയാണ്. വിശ്വാസമാണെന്ന് പറഞ്ഞ അവസാന കാലത്ത് നിങ്ങൾ ശ്വസിക്കുന്ന വായു പോലും പലിശയുടേതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയും വ്യഭിചാരവും ഒഴിവാവാതെ ദജ്ജാൽ പുറത്തു വരികയില്ല. പലിശയും വ്യഭിചാരവും ഒഴിവാവാതെ ദജ്ജാൽ പുറത്തു വരികയില്ല. പലിശ വ്യാപകമാകും. ഏതുവരെന്ന് വെച്ചാൽ നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം പോലും പലിശയുടെ ശ്വാസമാണ്. വ്യഭിചാരം വെളിവാവാതെ ദജ്ജാൽ പുറത്തു വരികയില്ല. അപ്പോൾ പലിശ ഹറാമിയത്തിൻ്റെ ഒരു വിഷയമാണ്. ഏത് ഹറാമും ചെയ്യുമ്പോൾ പിശാച് നമുക്ക് എന്താക്കും, നല്ലത് എന്ന് തോന്നും. താടി വടിക്കുക, ഉദാഹരണം താടി വടിക്കൽ ഹറാമാണ്, ഇസ്ലാമിൽ ഹറാമാണ് താടി വടിക്കൽ. അവർക്ക് ആ വടിക്കൽ കൊണ്ട് രോഗം വരികയോ അല്ലെങ്കിൽ ശക്തമായ അലർജി, വടിച്ചില്ലെങ്കിൽ താടി കാരണം ശക്തമായ അലർജി, ചുറിച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ അവനിക്ക് ഇളവുള്ളൂ. അല്ലെങ്കിൽ താടി വടിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. താടി വടിച്ചിട്ട് ഇതാക്കാം, മീശ ചുണ്ടിൽ താഴെയാക്കി വെക്കാം. അമുസ്ലിങ്ങളുടെ സ്വഭാവമാണിത്. മീശ ചുണ്ടിൽ താഴെയാക്കുക, താടി ക്ലീൻ ഷേവ് ആക്കുക. ക്ലീൻ ഷേവ്, മൊത്തം ക്ലീൻ ഷേവ്, കുറച്ചുകൂടെ വെച്ച് അല്ലെങ്കിൽ വേറെ കുറച്ച് വെച്ചത് പ്രശ്നമില്ല. മൊത്തം ക്ലീൻ ഷേവ് ആക്കിയിട്ട് പഠിക്കുക ഹറാമാണ്. അതേപോലെ കറുപ്പിക്കൽ, കളറെടുത്തിട്ട് കറുപ്പിക്കുക ഹറാമാണ്. കളർ ആദ്യമായിട്ട് കളർ പുറത്ത് കറുപ്പിച്ചത് ഫിറൗനാണ്. ഫിറൗന് വാർദ്ധക്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇബ്രാഹിം, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് നരബാധിച്ചത് ഇബ്രാഹിം നബി ഇസ്ലാമിലേക്ക്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മുടിക്ക് കറുത്ത ചായം പൂശിയത് ഫിറൗനാണ്. ഫിറൗനാണ് ആദ്യമായി മുടി കറുപ്പിച്ചത്. കറുപ്പിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. മഞ്ഞ, ചുവപ്പ് സുന്നത്ത്, ബാക്കിയുള്ള കളർ ജായിസാണ്. കറുപ്പിക്കൽ ഹറാം, കറുപ്പിക്കാൻ പാടില്ല. കറുപ്പിക്കൽ ഹറാമാണ്. മഞ്ഞയും ചുവപ്പും ചെയ്യാം, സുന്നത്താണ്. മഞ്ഞയും ചുവപ്പും, ചുവപ്പ് തന്നെ മൈലാഞ്ചി കൊണ്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കളർ പച്ചയ, നീല ചെയ്യാം, പ്രശ്നമില്ല, ജായിസാണ്. ആ മുടിക്കും ചെയ്യാം, പ്രശ്നമില്ല. കറുപ്പിക്കാൻ പാടില്ല, കറുപ്പിക്കൽ ഹറാം. മഞ്ഞയും ചുവപ്പും സുന്നത്ത്,
ബാക്കിയുള്ള കളർ ജായിസാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താകും, പിശാച് നമുക്ക് തോന്നിപ്പിച്ചു, ഇത് നല്ലതന്നെ തോന്നിപ്പിച്ചു. പച്ചക്കുട്ടി മുസ്ലിങ്ങളിൽ പോലും പച്ചക്കുട്ടി ആൾക്കാരുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയാലും ഹറാമാണ്. പച്ചക്കുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയാലും ഹറാമല്ല. അത് ബിസ്മി ചൊല്ലിട്ട് കണ്ടുപിടിക്കുന്നവരാണ്. ബിസ്മി ചൊല്ലിട്ട് കണ്ടുപിടിക്കുന്നവരാണ് അവസ്ഥ. പച്ചക്കുത്തല് ഇസ്ലാമിൽ ഹറാം. ഇന്നത്തെ മുസ്ലിം പലരും ഉണ്ട്, ഞാൻ കണ്ട മുസ്ലിങ്ങളുണ്ട് പച്ചക്കുത്തിട്ട്. പച്ചക്കുത്തിട്ട് അതേപോലെ അതെല്ലാം പിശാച് സ്വാധീനിക്കും. പിശാചിന്റെ മുമ്പൊക്കെ പറഞ്ഞു, പിശാചിന്റെ അടിയാളങ്ങൾ എന്താവും, പിശാച് സ്വാധീനിക്കും. കൊമ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താവും, പിശാച് സ്വാധീനിക്കും. വിക്ടറി ചിഹ്നം, ഇത് പിശാചിന്റെ അടിയാളം വിക്ടറി. അതായത് ജയിച്ചവാണിക്കല്ല വിക്ടറി ഇല്ല, ഈ വിക്ടറി ചിഹ്നം ശൈത്താന്റെ അടയാളം. തർമ്മശൈത്താൻ, പിശാചിന്റെ 2 കൊമ്പാണ്. പിശാചിന്റെ 2 കൊമ്പാണ്. നബിദിനത്തിന് പോലും സ്ഥാപനങ്ങളാക്കി, നബിദിനത്തിന് ജയിച്ചിട്ടാകുമ്പോൾ പോലും സ്ഥാപനങ്ങളാക്കുന്നുണ്ട്. സംഭവം സത്യമായിരിക്കാം. വിക്ടറി ചിഹ്നം എന്താണ്, പിശാചിന്റെ അടയാളമാണ്. അതുമാത്രമല്ല, ഇത് ജൂതന്മാരുടെ ചിഹ്നമാണ്. ജൂതന്മാരുടെ ചിഹ്നമാണ് ത്രികോണം. ഈ 2 ത്രികോണമാണ് അവിടെ കൊടിയിലുണ്ടാക്കുക. അത് 6 മൂലയുള്ള ത്രികോണം നക്ഷത്രം, 6 മൂലയുള്ള നക്ഷത്രം. അത് വ്യഭിചാരത്തിന്റെ ചിഹ്നം കൂടിയാണ്. ഒന്ന് സ്ത്രീലിംഗവും മറ്റൊന്ന് പുരുഷലിംഗവും. ഒന്ന് താത്തിട്ട് വെച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിന്റെ ചിഹ്നം കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്ക് ഒരു വാക്ക്. ഇത് ക്രിസ്ത്യന്റെ പരിശുദ്ധാത്മാവ്, ദൈവപുത്രൻ. ജൂതന്മാരുടെ ചിഹ്നം ഇത് പിശാചിന്റെ ചിഹ്നം. വിക്ടറിക്ക് കൊമ്പ്, പിശാചിലേക്ക് 2 കൊമ്പുണ്ട്. പിശാചിലേക്ക് 2 കൊമ്പ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താവും, പിശാച് നമ്മളിലേക്ക് പെട്ടെന്ന് കയറിക്കൊള്ളും. പിശാചിന്റെ അടിയാളങ്ങൾ ചെയ്യുകയോ അതൊക്കെ കയറിക്കൊള്ളും. ഒന്നാമത്തെ, ഇപ്പോൾ ഇബ്ലീസാണ് ചെയ്യുന്നത് കുഫ്രിയത്തിലേക്ക് എത്തിക്കും, പറ്റുന്നില്ലെങ്കിൽ വിദേഹത്ത് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഹറാമ് തന്നെ നമുക്ക് നല്ലതുപോലെ തോന്നിപ്പിച്ചു തരും. പിന്നെ അഫ്ളലിയത്ത്, അത് കൂലി കിട്ടുന്നതിന് തടയുക. പറഞ്ഞു, കൂലി കിട്ടുന്നതിന് ശൈത്താൻ തടയുക. 2 നല്ല അമലുണ്ടെങ്കിൽ കൂലി കുറഞ്ഞ അമല് ചെയ്യിപ്പിക്കും. കൂലി കുറഞ്ഞ അമല് ചെയ്യിപ്പിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ തറാവീഹ് ഇശാന്റെ സുന്നത്ത് ഉണ്ടെങ്കിൽ ഇശാന്റെ സുന്നത്ത് നിസ്കരിപ്പിക്കാനാണ് തറാവീഹ് നിസ്കരിക്കും. ശരിക്കും ഇശാന്റെ സുന്നത്തിനാണ് തറാവീനേക്കാളും കൂടുതൽ കൂലിയുള്ളത്. വിത്റും ഇശാന്റെ സുന്നത്തുണ്ട്, എന്നാൽ വിത്ർ നിസ്കരിപ്പിക്കാനാണ് ഇശാന്റെ സുന്നത്ത് നിസ്കരിപ്പിക്കും. വിത്രിനേക്കാളും കൂടുതൽ കൂലി. കൂടുതൽ കൂലിയുള്ളത് എന്താകുക, ചെയ്യിപ്പിക്കാതെ കൂലി കുറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കൂലി കുറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അഫ്ളലിയത്ത് ഉണ്ടാകുക, പിശാച് ഒഴിവാക്കി കളയുക. ഇത് ഫസ്റ്റ് ചെയ്യും. ഇത് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നേരെ ഹറാമിലേക്ക് എത്തിക്കും, പിന്നെ ബിദ്അത്തുകാരനാക്കും, പിന്നെ കുഫ്രിയത്തുകാരനാക്കും. വസ്വാസ് പിശാചിനാണെന്ന് പറയും. വസ്വാസ് പിശാചിനാണ്. അത് തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിഷയം ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അതായത് പൊളിഞ്ഞ വീട്ടിലേക്ക് കള്ളൻ കക്കാൻ കയറാറ്. പൊളിഞ്ഞ് ഫുള്ള് പോയ വീട്ടിലേക്ക് ആര് കയറല, കള്ളന് കയറുകയില്ല. അപ്പോൾ ഈമാനുള്ള ഹൃദയത്തിലേക്ക് ശൈത്താൻ വരികയുള്ളൂ. അതുകൊണ്ട് വസ്വാസ് ഉണ്ടാക്കുന്ന എല്ലാവരും തെറ്റിന് അർത്ഥമാക്കാത്തത് വസ്വാസുള്ള ആള് ഈമാനുള്ളവരമായിരിക്കാം. മനസ്സിലാക്കാൻ, അത് ഈമാനുള്ള ആളിലേക്ക് ആര് വരും, ശൈത്താൻ വരും. ഈമാൻ ഇല്ലാത്ത ആള് അവൻ്റെ തന്നെ എന്ത് ചെയ്താലും അവൻ്റെ വട്ടിയായി. അപ്പോൾ ഈമാനുള്ള ആള് വസ്വാസം ഉണ്ടാക്കുക, വസ്വാസ നിസ്കാരത്തിന് മറ്റൊക്കെ വസ്വാസം ഉണ്ടെങ്കിൽ അത് ശൈത്താന്റെ കളിയാണ് വസ്വാസം എന്ന് പറയുന്നത്. ഈ ശൈത്താൻ വരാൻ കാരണം ഇവനിക്ക് എന്തുള്ളത് കൊണ്ടാണ്, ഈമാൻ ഉള്ളത് കൊണ്ടാണ്. പറയുന്നു പൊളിഞ്ഞ് താരിസായ
ഒരു പുരക്ക് 6 കാരല, കള്ളന് വെക്കാൻ കാരല, അതിലുള്ള പുരക്ക് 6 പേരും കള്ളന് ഒരു വീടും. അപ്പോൾ നല്ല ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ശൈത്താൻ വസ്വാസം കൊണ്ടുവരികയുള്ളൂ എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല. വസ്വാസ് പിശാചിൽ നിന്നാണ്. നമ്മളെപ്പോലെ തന്നെ ജിന്നുകളും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ്. അവർക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത്, ഹജ്ജ് കാര്യം എല്ലാം ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ അള്ളാഹുവിനെ വഴിപെടണം, നിമിതങ്ങളെ വഴിപെടണം, എല്ലാം ജിന്നുകളുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്കുണ്ട്. ഹറാമോദ പലിശ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല. നമ്മളെപ്പോലെ തന്നെ ജിന്നുകൾ തന്നെ മോശപ്പെട്ട ജിന്നുകളുടെ കുടി എന്ന് പറഞ്ഞാൽ കള്ളാണ്. മോശപ്പെട്ട ജിന്നുകളുടെ പാനീയം കള്ളാണ്. മസ്ക് കള്ള് മാത്രമല്ല, മസ്ത് ഉണ്ടാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും ഏകാഭിപ്രായത്തിൽ പറഞ്ഞു മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമം കൊണ്ട് കൃതി ഉള്ള ആളുകളാണ്, തക്ലീഫിൻ്റെ ആളുകളാണ്. ജിന്നിലുമുണ്ട്, ഇൻസിലുമുണ്ട്. 3 ടൈപ്പായിട്ട് പറഞ്ഞു. ഒന്ന് മലക്കുകൾ, ആദം അലൈഹിസ്സലാം, ഹവ്വ. ഇവർ ജനിച്ചപ്പോൾ തന്നെ അള്ളാഹു വഴിപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. മലക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചോണ്ട് തന്നെ അവർ അള്ളാഹു വഴിപ്പെടണം. ആദം അലൈഹിസ്സലാം, ഹവ്വയും അങ്ങനെ തന്നെ സൃഷ്ടിക്കലോടുകൂടി അള്ളാഹുവിനെ വഴിപ്പെടാൻ നിർബന്ധിതരാണ്. പിന്നെയുള്ളത് ഫിത്രത്തെ തുടക്കകാലത്ത് അവർ കുറ്റം ചെയ്താലോ ഒന്നും പ്രശ്നമില്ല. ഫിത്രത്ത് കഴിഞ്ഞാൽ പിന്നെ വഴിപ്പെടണം, അള്ളാഹുവിനെ വഴിപ്പെടണം. അത് മനുഷ്യന്മാർ, നമ്മളെ കുറേ ആളുകൾ. അവർ ഫിത്രത്തിന്റെ കാലത്ത് മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലായിരിക്കും എല്ലാവരും. ജൂതന്റെ കുഞ്ഞോ ക്രിസ്ത്യാനി കുഞ്ഞോ ഒരു അമുസ്ലിം കുഞ്ഞോ ആരാണെങ്കിലും 15 വയസ്സ് അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയെത്തുക. 2 രീതിയിലൊക്കെ പ്രായപൂർത്തിയെത്തുക. 15 വയസ്സ് മണി പുറപ്പെടുക. ഇങ്ങനെ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവർ അവിടെയായിരിക്കും, സ്വർഗത്തിലായിരിക്കും. മുസ്ലിം മാത്രമല്ല, ജൂതന്റെ കുഞ്ഞാണെങ്കിലും ക്രിസ്ത്യാനി കുഞ്ഞാണെങ്കിലും ഏത് കുഞ്ഞാണെങ്കിലും 15 വയസ്സിൽ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവർ അവിടെയായിരിക്കും, സ്വർഗത്തിലായിരിക്കും. അപ്പോൾ 15 വയസ്സിന് മുമ്പുള്ള തെറ്റുകൾക്കൊന്നും അവർക്ക് എന്തില്ല, ശിക്ഷ ഉണ്ടാവുകയില്ല. അവർ ഫിത്രത്തിന്റെ കാലത്തിനാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. അതാണ് ഫിത്രത്ത്. പ്രായപൂർത്തിയായതിനു ശേഷമുള്ളതിനെ കുറിച്ചാണ് പിന്നെ അള്ളാഹു ചോദ്യം ചോദിക്കുക. അപ്പോൾ മനുഷ്യന്മാരിലെ പ്രായപൂർത്തിയായതിനു ശേഷമാണ് മുക്കല്ലഫ് അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള കൽപ്പന, നിർബന്ധിത കൽപ്പന ഉള്ളത് പ്രായപൂർത്തിയായതിനു ശേഷമാണ് എന്ന് 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗം പറഞ്ഞത് മുക്കല്ലഫൂന മിൻ അവ്വലിൽ ഫിത്ര, ജിന്ന് വിഭാഗം. അവർ ജനനത്തിനോടെ തന്നെ അള്ളാഹുവിനെ വഴിപ്പെടാൻ നിർബന്ധിതരാണ്. പ്രായപൂർത്തിയായതിനു ശേഷമല്ല, അവർക്ക് കുട്ടി ജനിക്കലോടുകൂടി അള്ളാഹുവിനെ വഴിപ്പെടാൻ നിർബന്ധിതരാണ് ജിന്ന് വിഭാഗം. മനുഷ്യർ പ്രായപൂർത്തിയാവുക, മലായികത്യങ്ങൾ അവർ അള്ളാഹു സൃഷ്ടിക്കലോടുകൂടി. ആദം നബിയും ഹവ്വയും ഇതേപോലെ മനുഷ്യരിൽ ആദം നബിയും ഹവ്വയും അല്ലാത്ത ബാക്കിയുള്ള ആളുകൾ 15 വയസ്സ് വരെ പ്രായപൂർത്തി വരെ നിർബന്ധിതരല്ല, പ്രായപൂർത്തിയായതിനു ശേഷം നിർബന്ധിതരാണ്. ജിന്നുകൾ അവർ പ്രസവിക്കലോടുകൂടി അള്ളാഹുവിനെ വഴിപ്പെടാൻ നിർബന്ധിതരാണ്. അവിടെ പ്രായപൂർത്തിയാവുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 180 വയസ്സാണ് ജിന്നുകളുടെ പ്രായപൂർത്തിയാവുന്ന. അല്ല, അത് നമ്മുടെ 15 വയസ്സ് അവരിലേക്ക് 180 വയസ്സാവും. മുലകുടി തന്നെ 40 വയസ്സുണ്ട്. ഭയങ്കര ഉറക്കായിരിക്കും ജിന്നുകൾ. ഉറക്കൊണ്ടല്ല, ജിന്നുകൾ 40 കൊല്ലം ഉറക്കം നോക്കിയായിരിക്കും. ജിന്ന് ഭയങ്കര ഉറക്കാണ്. ജിന്നുകൾക്ക് ഭയങ്കര ഉറക്കം. അപ്പോൾ 40 വയസ്സ് വരെയാണ് ഇവരുടെ മുല കുടിക്കൽ. 180 വയസ്സാകുമ്പോഴാണ് ഇവർ പ്രായപൂർത്തിയെത്തുക. കല്യാണം കഴിക്കുമ്പോൾ ഏകദേശം 250, 260 ആ റേഞ്ചിലാണ് കല്യാണം കഴിക്കുക. കല്യാണപ്രായം മറ്റൊരാള് ദീർഘായുസ് 4000, 5000, 6000, ചില ആളുകൾക്ക് 7000 വരെ ദീർഘായുസുണ്ട്. അപ്പം അള്ളാഹുവിനെ വഴിപ്പെടാൻ, ലക്ഷ്യവാത്സമാർഗങ്ങളെ വഴിപ്പെടാൻ എല്ലാ ജിന്നുകളും ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. ആദം നബിയുടെ വയസ്സ്
1000 വയസ്സല്ല, 1000 അത് മുൻകാലത്തൊക്കെ അത്ര വയസ്സുണ്ടായിരുന്നു. 100 ചില വയസ്സിന് മീറ്റുണ്ടായിരുന്നു. നൂഹ് നബിക്ക് 1010 നൂഹ് നബിക്ക്. എല്ലാവർക്കും ഏകദേശം അതല്ല. 465 ഇദ്രീസ് നബി അലൈഹി സ്വലാം മരിച്ചിട്ട് ആകാശത്തേക്ക്. ഇബ്രാഹിം നബിക്ക് ഇതിൻ്റെ കുറവല്ല, 100 ചില കഴിഞ്ഞു. 110 വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് കുഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞത് കേട്ടതൊക്കെ അല്ലാഹുവിന്റെ സ്വാലിഹായ മലായികളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അടുത്ത ക്ലാസ് ജിന്നുകളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആയിരുന്നതിനെ കുറിച്ചിട്ടാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കുക.